ഞാൻ ഇത്തയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഇത്ത പറയുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, ചെയ്ത് നോക്കാറുണ്ട്, പരീക്ഷിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ തല കുത്തി മറിഞ്ഞിട്ടും എൻ്റെ ബിസിനസ് അതുപോലെ തന്നെ നിൽക്കണം. ഒരു നീക്ക് പോക്കില്ല, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എനിക്ക് താനെ പോലെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ കഴിയൂല. അതുപോലെ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റൂല. ഇനി എടുത്ത് വെക്കാൻ പറ്റിയാൽ തന്നെ എത്താനാ പോലെ പറഞ്ഞിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെയും ഇവിടെ ആകാൻ പറ്റൂല. എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഈ ഒരിത്, എൻ്റെ അടുത്തൊന്നും വലിയ ടൈലർമാരൊന്നുമില്ല. പക്ഷെ എനിക്കതൊന്ന് വിജയിപ്പിച്ച് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി നിങ്ങൾ പറഞ്ഞുതരി. അപ്പം ഞാൻ പറയും, എൻ്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പറയാൻ പറ്റും നമുക്ക്. അപ്പം ഈ കാണുന്ന നിങ്ങൾ തന്നെ എന്നെ തിരിച്ച് കല്ലെടുത്തറിയില്ലേ, ഈ താത്താക്കി വെറുപ്പിച്ചണ പണി മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ പറയും. അതും ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തൊക്കെ കണ്ടോക്കി അറിയുമ്പം അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കും. ഇതൊക്കെ ഞാൻ കുറേ വട്ടം കേട്ടാണ്, പക്ഷെ എനിക്ക് അതുകൊണ്ടൊന്നും പോരാ. നിങ്ങൾ പുതിയത് എന്തെങ്കിലും പറഞ്ഞുതരി, ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോളേ അറ്റ കൈ നമ്മൾ പ്രയോഗിച്ച കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. ഇതും കൂടി ഒന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളെ ബിസിനസ് ഇതാക്കണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചൂരൽ വടി കൊണ്ട് അകത്ത് കയറുക, എന്നിട്ട് കണ്ണാടിയിൽ നോക്കുക, എന്നിട്ട് 2 ചെപ്പൊക്കെ ഓരോ നിങ്ങൾ തന്നെയാണ് കൊടുക്കുക. എന്നിട്ട് പറയാം, എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് തന്നെ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്നാണ്ട് ആഞ്ഞ് ചെയ്തോളാം. എനിക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചാണ്ട് ചാണ്ട് ഇറങ്ങിക്കൂടെ. അപ്പാണ് ശരിയാവുമെന്ന് സ്വന്തം മുഖത്ത് നോക്കി നിങ്ങൾ തന്നെയാണ് പറയാം. അപ്പാണ് ശരിയാവും. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും നിങ്ങളെക്കാട്ടിയും വലുതായിട്ട് വേറെ ഒരാളില്ല. നിങ്ങൾക്ക് വരുന്ന സങ്കടങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് സഹിക്കണ്ടേ? നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് സഹിക്കണ്ടേ? എല്ലാം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഭർത്താക്കന്മാരോട് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. ചിലപ്പോൾ നമ്മളെ അമ്മ പാപ്പന്മാരോട് പറയാൻ പറ്റും. നമ്മളോട് മാത്രം, നമ്മളെ തൽക്കണിനോടും നമ്മൾ ബാത്റൂമിൽ കയറിയിട്ട് സ്വയം എന്താ പറയുക, പൈപ്പ് തിരിഞ്ഞിട്ടിട്ട് കരഞ്ഞിട്ടൊക്കെ തീർക്കേണ്ട പല അവസ്ഥകളുണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ എന്നല്ല, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറാം. ഒന്നാമത്തെ ഒരു ഐഡിയ കേട്ടോ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബിസിനസ് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ മെഷീൻ ഇടണ മുറിയിൽ ഒരു അരുവിൽ കുറച്ച് എന്താ പറയുക, ഷാള്, പർദ്ദ, ഷർട്ട്, കുറച്ച് മാക്സി, ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു അരുവിൽ അങ്ങനെ ആ ടേബിളിൻ്റെ ഒരു അരുവിൽ കുറച്ച് ഇങ്ങനെ കുന്നു കൂട്ടിയിടുക. ആരടിക്കാൻ വരുമ്പോഴും ഇത് കാണണം. ഇപ്പോൾ ഒരാൾ മാക്സി മേലെ അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് വിചാരിച്ചോളി. അപ്പോൾ ആളിത് കാണുമ്പോൾ ഇതൊക്കെ എന്താണ് ചെയ്യുമ്പോൾ, അപ്പോൾ ആക്കെ ഓരോരുത്തർ എൻ്റെ അടുത്ത് കൊടുന്നെന്നാണ്. ഷർട്ട് വലിയ ബാപ്പാൻ്റെ ഷർട്ടാണ്, മോൻക്കൊന്ന് ചെറുതാക്കി കൊടുക്കാൻ. ഉമ്മാൻ്റെ മാക്സിയാണ്, അപ്പോൾ അത് കുട്ടി മാക്സിയാക്കി അടിച്ചു കൊടുക്കാൻ. ആ പലാസ പാൻ്റാണ്, അതുകൊണ്ട് ചെറിയൊരു ഫ്രോക്ക് അടിച്ചു കൊടുക്കാൻ. പർദ്ദയാണ്, അതുകൊണ്ടൊരു ചുരിദാർ അടിച്ചു കൊടുക്കാൻ. അങ്ങനെയൊക്കെ എനിക്ക് കുറേ ആൾക്കാർ കൊടുന്നേരലുണ്ട് എന്നാണ്ട് തട്ടി വിടുക. അപ്പം ഈ മാക്സി മേലടിക്കാൻ വന്ന് ഈ താത്താൻ്റെ ഉള്ളിലും കുറച്ചിലും ഇടുപോട്ട്, അവിടെ ഉണ്ടല്ലോ ഒരു പഴയ ചുരിദാർ, അതൊന്ന് ശരിയാക്കിപ്പിച്ചേന്. എടി എനിക്കും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ ഇച്ച് ഇങ്ങനെ ഒന്നും ചെയ്യുന്നുള്ളത് എനിക്കറിയില്ലേനി. വലിയ കടയിലും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോകാൻ ആർക്കും മടിയേക്കരം. നല്ല ഡ്രസ്സുകളൊക്കെ ഇടയിൽ കൂടെ ഇതൊന്ന് സാരി കൊണ്ട് പട്ടുപാവാട അടിച്ചു തരുമോ, സാരി കൊണ്ട് ചുരിദാർ അടിച്ചു തരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആർക്കും മടിയേക്കരം. അപ്പോൾ കൊണ്ടുപോകില്ല, മൂലക്കൽ അവിടെ എടുക്കണ. നമുക്ക് ചിലപ്പോൾ നമ്മളടുത്ത് തന്നെ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാവും, പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കൊള്ളാതായിട്ടുണ്ടാവും. ആർക്കും കൊടുക്കാൻ നമുക്ക് ചിലപ്പം മടിയേക്കാരം. ചിലവരെന്ത് ചെയ്യും, അത് കൊടുത്താണ് ആരെങ്കിലും ഉപയോഗിക്കട്ടെ എന്ന് വിചാരിക്കും. ചിലവർക്ക് എന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ട കളറാണെങ്കിൽ ഓല അതങ്ങനെ അൾമറി എടുത്തേക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മളെ മക്കൾക്കെങ്കിലും ഒരു ചെറിയൊരു ടോപ്പാക്കിയിട്ടോ ചെറിയൊരു കുപ്പായാക്കിയിട്ടോ അടിച്ചു തരാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അല്ലേ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ റെഡി ആവുക. നിങ്ങൾ റെഡി ആവുക എന്ന് പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ റെഡി ആയിട്ട് കാര്യമുണ്ട്, ആരും അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓലടുത്തുള്ള ഷാളും ഇതൊക്കെ ഏറ്റ് വരും, സാരിയൊക്കെ ഏറ്റ് വരും. നിങ്ങളൊന്ന് അപ്പം ആൾട്രേഷൻ ചെയ്യേണ്ട ഒരു പണി. ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പം നല്ലത് അടിക്കണോല് ഇങ്ങനത്തേന് പിന്നോക്കാവും. അപ്പം നിങ്ങൾക്ക് ആ ഒരു അടി എന്തായാലും കിട്ടും. എൻ്റെ ചെറിയൊരു അനുഭവം പറഞ്ഞുതരാം. ഞാനിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഈച്ചയാട്ടിയിരിക്കണ ഒരു സമയം 5 മാക്സിൻ്റെ തുണിയാണ് ആകെ എടുത്തത്. അത് 2 അടിച്ചാണ്, ബാക്കി 3 ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ആരെടുക്കണേ എവിടെ എടുക്കണേ, എല്ലാവർക്കും നമ്മൾ നന്നാവുമോ എന്നുള്ള ബേജാറ്. പിന്നെ നമ്മൾ അടിച്ചുകാണ്ട് വലിയ അടിക്കാരത്തി ആയാൽ ഓല് മോശക്കാരാവുമോ എന്ന് തോന്നൽ, അങ്ങനെയൊക്കെയുള്ള തോന്നലും ഇതും കാരണം ആരും വാങ്ങണമില്ല. ഈ ചാട്ടി ഇങ്ങനെ ഇരുന്ന് പിന്നെ ബാക്കി 3 കൂടി ഞാനാണ്ട് അടിച്ച്, എന്നിട്ട് ഞാൻ നല്ല പരിപാടികൾക്കൊക്കെ 5 മോഡലിലാണ്ട് അടിച്ച്. അപ്പം നമ്മൾ ഇട്ട് കണ്ടപ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ അമ്മക്ക് അടിച്ചു തരുമോ അത് ഇത് ചോദിച്ചു വന്ന്. പിന്നെ നമ്മളടുത്തൊരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർ എങ്ങനത്തെ ആളാന്ന് മനസ്സിലാക്കിയാണ്. ഓല് ഇപ്പോൾ അടിക്കാൻ കൊണ്ടുവന്ന് അന്നെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഓല് കൊണ്ടുവന്ന് അന്ന് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഓരോ വസ്ത്രധാരണം എന്നൊക്കെ മനസ്സിലാക്കുക, ഓരോ സ്റ്റൈല് കാര്യങ്ങളൊക്കെ എന്താന്ന്. പിറ്റത്തെ പ്രാവശ്യം ഓല് അത് അടിച്ചത് വാങ്ങാൻ വരുമ്പോക്കിന് എന്ത് ചെയ്യുക,
നിങ്ങളിങ്ങനെ നിങ്ങളെ സ്റ്റിച്ചിങ് റൂമിൽ ഇങ്ങനെ ഒരു ആങ്കർ വെച്ചോളി. നിങ്ങളെ സ്റ്റിച്ചിങ് റൂമിൻ്റെ അവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ആങ്കർ തൂക്കിയിടുക. ആ കസ്റ്റമർ അടിച്ചത് വാങ്ങാൻ വരുമ്പോക്കിന് എന്ത് ചെയ്യുക, ഇതിന്മേൽ നിങ്ങൾ അടിച്ചെന്തെങ്കിലും നൈറ്റിയോ അതല്ലെങ്കിൽ നിങ്ങളെ പുതിയൊരു ടോപ്പായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിടുക. അപ്പോൾ അത് കാണുന്നത് എന്താടി, ഇത് ഞാൻ അടിച്ചു വെച്ചതാണ്, കൊടുക്കാനുള്ളതാണ്, ഒരാളിപ്പം വാങ്ങി വെച്ചതാണ്, ഒരാൾക്ക് സെലക്ട് ചെയ്ത് വെച്ചതാണ്, ഇങ്ങനത്തെ തുണികൾ ഇഞ്ഞുണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല, ഇൻ്റോടെയാണ്. ആ തുണി ഇല്ലെങ്കിലും അങ്ങനെ പറയാം, ബാക്കിയുള്ള തുണികൾ ഇൻ്റോടെയാണ്, ഇതിപ്പോൾ ഒരാൾക്ക് അടിച്ചു വെച്ചതാണ്, ഞാൻ ഒരാളെടുത്തതാണ്. അപ്പം ഇങ്ങനെ എടുക്കലുണ്ട് വെച്ചാൽ ഞാൻ എൻ്റെ അയൽവാസികൾക്കൊക്കെ കൊടുക്കലുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കലുണ്ട്, ഇത് ഒരാളെടുത്തതാണ്, ഇപ്പോൾ അതിൻ്റെ ആളിപ്പോൾ വരും, അങ്ങനെ പറയാം. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ഈ മോഡലിൽ അടിച്ചെന്നാൽ ആ മോഡലിൽ അടിച്ചു, ഈ മോഡലിൽ അടിച്ചു വെച്ചുകൊണ്ട് ചോദിക്കും. ഇല്ലെങ്കിൽ ഓല അതന്നെയാണ്, ഇതന്നെ എനിക്ക് തന്നാളടി, ഈ ജോലിക്ക് വേറെ കൊടുത്താളടി പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എടുത്തോളി, ഓൽക്ക് ഞാൻ ഇൻ്റോടെ അതേമാതിരത്തെ തുണിയുണ്ട്, ഞാൻ അത് അടിച്ചു കൊടുത്തോളൂ, ഓൽക്ക് ഏതെങ്കിലും മറ്റന്നാൾക്കൊക്കെ മതി എന്ന് പറയാം. അതന്നെ കച്ചവടം. എൻ്റെയൊക്കെ തുടക്കത്തിൽ ആരും അങ്ങനെ വാങ്ങലും ഇല്ലേനി. അങ്ങനെ ആ ഇതിലിങ്ങനെ ഞാൻ നിന്നിരുന്ന ഒരു സമയത്തെ റീസെൻ്റെ അടുത്തേക്ക് ഇതേമാതിരി തന്നെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് വന്നിൻ്റെ അവിടെ ആൾ എന്നൊക്കെ ഷേപ്പാക്കി പോകാമെന്നല്ലാതെ ആരും പൈസ ഒന്നും തരൂല. ഓൽക്കുള്ള നൂലും കൂടി നമ്മളിവിടെ വാങ്ങി വെക്കണം എന്നല്ലാതെ നൂല് പോലും തരാത്ത സമയേന്. അപ്പോൾ ആ ആൾ വന്നപ്പം ഞാനിങ്ങനെ വെട്ടിപ്പടിക്കണ എൻ്റെ മെഷീൻ്റെ അടുത്ത് വേറൊരു ടേബിൾ ഉണ്ടായിന്. ആ ടേബിൾമേൽ ഇങ്ങനെ 2 ബെഡ്ഷീറ്റ് കിടന്നിന്. ഇപ്പോൾ ഇവിടെ വിരിച്ച് ഒഴിവാക്കിയ പഴയ ബെഡ്ഷീറ്റ് ഉമ്മ കത്തിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പടിക്കാമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് മേലെ ടേബിൾമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കേന്. അപ്പം ഇതെന്തണ്ണി ബെഡ്ഷീറ്റാന്ന് വെച്ചാൽ അപ്പം എൻ്റെ തലയിൽ എന്തോ അപ്പം തോന്നിയൊരു ചെറിയൊരു നുണ. ആ നുണ ഞാൻ പറഞ്ഞ് അതെനിക്കൊരാൾ ബെഡ് കവർ അടിച്ചാൽ കൊണ്ടുവന്നാണ് പറഞ്ഞു. അപ്പം എന്നോട് വെച്ച് ബെഡ് കവർ ഈ ബെഡ്ഷീറ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഉറപ്പാണ്. അന്നൊക്കെ എന്താ വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കും തുണിയും കൂടി കടന്ന മോഡലിൽ ഒരു ബെഡ് കവർ ഇനി നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അത് പെട്ടെന്ന് ഇങ്ങനെ ഉറുമ്പ് തിന്നിട്ട് ഇങ്ങനെ ഓട്ടാവും. അപ്പം ഞാനതൊന്നും ഉദ്ദേശിച്ചിരിക്കണം. അപ്പം എന്തോ എൻ്റെ തൊള്ളിയിൽ അങ്ങനെ വന്ന് എന്താ പറയുക, ഞാൻ പണ്ടേ അങ്ങനെയാണ്, എൻ്റെ പരാജയം ഞാൻ ആരോടും പറയില്ല, എൻ്റെ വിജയം പറയലുള്ളൂ. അതുകൊണ്ട് പടച്ചോനിന്ന് വരെ പരാജയപ്പെടുത്തിയിട്ടില്ല, അൽഹംദുലില്ലാ എന്ന് വെച്ചിട്ട് നുണ പറയണം എന്നല്ല. അപ്പം എനിക്ക് തോന്നിയത് അങ്ങനെ പറയാനാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ബെഡ് കവർ ഉണ്ടായാൽ നല്ല ഇതാകും എന്ന് വെച്ചാൽ അടിച്ചതും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ നിവർത്തില്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഇവിടെ പഴയൊരു ബെഡ് ഉണ്ടായി നമുക്ക് ഇടുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് ആ താത്താനെ പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇരുന്നടിച്ച് ആ 2 ബെഡ്ഷീറ്റ് കൂട്ടിയിട്ട്, നമുക്കറിയാമല്ലോ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ബെഡ്ഷീറ്റിന് കളറ് പോയാലും നിറച്ചാലും നല്ല ഉറപ്പാവും. അതുകൊണ്ട് ഞാൻ നല്ലൊരു ബെഡ് കവർ അടിച്ച് വന്നപ്പോൾ നല്ല സെറ്റായും ചെയ്തിട്ടോ. അപ്പോൾ ആ താത്തൻ അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. പിറ്റേന്ന് തന്നെ ഞാൻ വാശിക്ക് അന്ന് തന്നെ ഇരുന്നടിച്ച്, അന്ന് ഒന്നടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഒരു മാക്സിയൊക്കെ 4 ദിവസം വെച്ചൊക്കെ അടിക്കുക, ടൈം സ്റ്റാർട്ടിങ് അല്ല. അപ്പം അങ്ങനെ ഞാനത് കാണിച്ചു കൊടുത്തപ്പോൾ അതിനോട് എടി ഇവിടെ 3-4 വെറുതെ കിടക്കണം, എനിക്ക് ഒരു 2 അടിച്ചു തരും എത്രയെന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞു 150 റുപ്യെന്ന്. 150 റുപ്യെന്ന് വെച്ചു പറഞ്ഞു. 150 റുപ്യൊക്കെ അപ്പോൾ ഞാൻ ഇത് അടിച്ചു കൊടുത്ത് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ ഒരു 3 എനിക്ക് അടിച്ചെന്നാൾ 100 റുപ്യ വെച്ച് കാണ്ട് 3 ഇല്ലായിരുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ 300 ഞാനിങ്ങനെ എത്ര കാലം നോക്കി നിന്നീനെ, ഞാൻ ചിലവാക്കില്ലേനത്. അതുപോലെ ആദ്യമായിട്ട് ഒരാൾ ഒരു 50 റുപ്യ എന്നതിൻ്റെ ഓർമ്മയിൽ ഇന്നോട് ഇപ്പോൾ 5000 അതിൻ്റെ പകരം കിട്ടിയിട്ടും അത് മറന്നിട്ടില്ല മനസ്സിൽ നിന്ന്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നുണ പറഞ്ഞാലേ വിജയിക്കുള്ളൂ എന്നുള്ളൊരു അർത്ഥം ഇതിനില്ല കേട്ടോ. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കുക. ആ ഒരു ചെറിയൊരു നുണ പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം കഴിച്ചില്ലായി. പിന്നെ എനിക്ക് ആ താത്ത പറഞ്ഞത് കേട്ടിട്ട് കുറേ ആൾക്കാരങ്ങനെ, കാരണം അത് പുറത്ത് കടയിൽ കൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒഴിവാക്കാൻ മടിയുള്ളവരും ഉണ്ടാവും, ഇങ്ങനെ ആവശ്യമുള്ളവരും ഉണ്ടാവും, പുറത്ത് കടയിലും അവിടെ പണി കൊടുക്കാൻ മടിയുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആ ബെഡ് കവർ കുറേ അടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഈ പലാസോ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ പാൻറ്റ് കൊണ്ട് ഇതാക്കി കൊടുക്കലുണ്ട്. വലിയ ആൾക്കാരെ പാൻറ്റ് ചെറിയ ആളത്തെ ചെറുതാക്കി കൊടുക്കലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നായിട്ടുള്ള പുതിയത് നമ്മളടുത്ത് അടിക്കാൻ തരാൻ മടിയുള്ളവർക്കും പേടിയുള്ളവരൊക്കെ പേടി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഓല് ഈ പഴയത് അടിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെടുത്തതായി ഇതുപോലെ, ഇതിപ്പോൾ ഒരു കടൻ്റെ കാണിച്ചതാണ് കേട്ടോ. ഞാൻ നമ്മളിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ട് പൈസ കളയാൻ നമ്മളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആങ്കറിന് അതിന് മാത്രം പൈസ ഒന്നും ആവില്ലല്ലോ. ആങ്കർ എടുക്കുക. ഇത് കാവ്യൻ്റെ ചുരിദാർ പീസുകളാണ്, ഇതിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളെ പേരിട്ടിട്ട് ഇങ്ങനെ ടൈലറിങ് വീട്ടിൽ വെച്ച് നടത്തുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ കാർഡ്സുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കഥകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. ഒരു 100 കാർഡുകൾ ഇങ്ങനെ ഇറക്കുക. എന്നിട്ട് നമ്മൾ പത്ര ഓഫീസൊക്കെ നമ്മളെ അടുത്തുണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയി കൊടുക്കുക. പത്രത്തിൻ്റെ കൂടെ കൊടുക്കുക. ചെറിയൊരു പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുക. ഇനി ഇതിങ്ങനെ കാർഡാക്കി ഇറക്കാം. അടിച്ചാൻ പൈസ ചിലവാക്കാനില്ല. പത്ര ഓഫീസിലൊക്കെ കൊണ്ട് കൊടുക്കാൻ, അവിടെ ചിലവാക്കാൻ പൈസയിലേക്ക് കൊണ്ട് കൊടുക്കാൻ മടിയുള്ളവർ എന്ത് ചെയ്യുക,
ഇതിപ്പോൾ ഒരു 4 ദിവസം മുന്നേ ഒരാൾ ഇവിടെ ഞങ്ങളടുത്തുള്ള ഒരുവിധം വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്തൊരു സംഭവമാണ്. ഒരുപാട് പേര് ഇത് കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു A4 ഷീറ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യണം എന്നല്ല, നമുക്ക് പെൻസിൽ കൊണ്ടായാലും നമുക്ക് ടൈലറിങ് ആൾട്രേഷൻ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെ നമ്പർ, സ്ഥലം, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ബെഡ്ഷീറ്റ് നെയ്തിയിട്ട്, പഴയ ബെഡ്ഷീറ്റ് നെയ്തിയിട്ട് അതിൻ്റെ നേരെ എന്ത് ചെയ്യുക, പില്ലോ കവറ്, ബെഡ് കവറ്, സോഫ കവറ്, അതുപോലെ അതിൻ്റെ അടിയിൽ പലാസോ പാൻറ്റ് എഴുതിയിട്ട് ടോപ്പ്, കിഡ്സിൻ്റെ എന്താ പറയുക ഫ്രോക്ക്, ഷിമ്മി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഇനിയിപ്പോൾ അതുപോലെ പഴയ നൈറ്റീന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, പില്ലോ കവറ്, അതുപോലെ കുട്ടി നൈറ്റീസ്, സാരിന്ന് എഴുതിയിട്ട് ബെഡ് കവറ്, ചുരിദാർ ടോപ്പ്, പട്ടുപാവാട, അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ട് എല്ലാവിധ ആൾട്ടർ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നു. വീട്ടിൽ വെച്ചിട്ട് മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൊരു ഇത് അതിൽ മലയാളത്തിൽ നല്ല വൃത്തിയിൽ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു 100 കോപ്പി എടുക്കുക. നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കണോടത്ത് കൊണ്ടുപോയിട്ട് 100 കോപ്പി എടുത്തിട്ട് നമുക്ക് പരിചയമുള്ള എല്ലാവരുടെ വീട്ടിൽ ഇത് എത്തിക്കുക. അതിനെന്ത് ചെയ്യുക, നമ്മളെ മക്കളെ അതല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്ത് അറിയുന്ന ഏതെങ്കിലും ഒരു 4-5 ഒരു 6-8 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ നമുക്ക് പരിചയമുള്ള ഒരു കുട്ടീനെ ഏൽപ്പിക്കുക. ആ കുട്ടിക്ക് ഒരു 50-100 നമുക്ക് മുട്ടായി അങ്ങനത്തെ അതെല്ലാ വീട്ടിലൊന്ന് കൊണ്ടു കൊടുക്കുമെന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പത്രം ഇടാൻ വരുന്ന കുട്ടി, നമ്മൾ പത്ര ഓഫീസിലൊന്നും പോകണം, പത്രം ഇടാൻ വരുന്ന കുട്ടി ഉണ്ടാവും. ആ കുട്ടീനോട് പത്രത്തിൻ്റെ കൂടെ എല്ലാ വീട്ടിലും ഒന്ന് ഇടുമോ, എനിക്കൊരു 50-100 തരാമെന്ന് പറയാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാ വീട്ടിലും ഒന്ന് എത്തിക്കുക. അപ്പോൾ ആ നമ്പറിൽ വരുന്ന കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. അടവൊന്നും പയറ്റിയില്ലെങ്കിൽ 8ാമത്തത് പയറ്റുക, 8ാമത്തതും ഇല്ലെങ്കിൽ 16 പയറ്റുക എന്ന് പറഞ്ഞ പോലെ തന്ത്രങ്ങളൊന്നും നേരിനില്ല എന്ന് കണ്ടാൽ കുതന്ത്രങ്ങളാക്കുക. വേറെ ഒരാളുടെ റിമോട്ട് കൺട്രോൾ ആവാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെ ആവണം എന്ന് വെച്ചിട്ട് നമ്മൾ ആരും വേണ്ടാന്ന് പറയേണ്ടത് അഹങ്കാരമാണ്. എല്ലാവരും വേണം, ഇൻ്റെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് നടക്കും വേണമെന്നുള്ളത് ആത്മവിശ്വാസമാണ്. ആ ഒരു ഇതുണ്ടായി മതി. എനിക്ക് ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ളത് ആരും കരുതണ്ട എന്ന് വെച്ചിട്ട് ഓലൊക്കെ മതി, ഓലൊക്കെ പറയും പോലെ മതി, ഇൻ്റെ കാര്യം എനിക്കൊരു തീരുമാനം വേണ്ടാന്ന് ചിന്തിക്കുന്നതും വിട്ടിയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൽ പലരും എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ കാണണ്ടെന്നൊക്കെ പറയും, പക്ഷേ ആരും അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഈ വീഡിയോൻ്റെ താഴെ കറുപ്പ് കളറിലാണ് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസും അതുപോലെ ചുരിദാർ 3 പീസ് മെറ്റീരിയൽസും കാവ്യൻ്റെ 3 പീസ് മെറ്റീരിയൽസും കൊടുക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കാണുന്ന ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നൈറ്റി മെറ്റീരിയൽസ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരുപാട് പേര് ആദ്യം പൈസ അയച്ച് തന്നതുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ചേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പൈസ കുറച്ച് കുറവേനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നാക്കി വെച്ചപ്പോൾ. താങ്ക് യു.